എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർക്കറ്റ് ഏകദേശം ഫ്ലാറ്റായിട്ട് ഓപ്പണിംഗ് ആയിട്ട് കണ്ടിന്യൂസ് താഴെ പോകുമായിരുന്നു. നമുക്ക് ഈ ചാർട്ട് നോക്കുമ്പം കാണാൻ പറ്റും. പ്രീവിയസ് ഡേ ഹൈയുടെ അടുത്ത് വരെ പോയി എന്ന്, പക്ഷേങ്കിൽ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയില്ല, ഇറങ്ങി. ഇവിടെ നമുക്ക് 20 MA വെച്ചിട്ട് നമുക്ക് നല്ലൊരു ചാൻസ് ഉണ്ടായിരുന്നു. നിഫ്റ്റിക്കകത്ത് വേണമെങ്കിൽ ട്രേഡ് എടുക്കാമായിരുന്നു. ഇത് 20 MA ഈ ക്യാൻഡിൽ കട്ട് ചെയ്യുന്ന ഈ റേഞ്ചിൽ നിന്ന് നമ്മളൊരു എൻട്രി എടുത്തു. ഞാനത് ഇതിൻ്റെ ലോ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എൻട്രി എടുത്താൽ ഈ ഹൈയുടെ സ്റ്റോപ്പ് ലോസ് മതി. ഈ ക്യാൻഡിലിൻ്റെ ഹൈ സ്റ്റോപ്പ് ലോസ് മതി. അത് ബിഗ് ക്യാൻഡിൽ ആയതുകൊണ്ട് ആ ക്യാൻഡിൽ എടുത്താൽ മതി. അവിടുന്ന് കണ്ടിന്യൂസ് നല്ല രീതിയിലൊരു ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചാൻസ് എടുത്തവർക്ക് നല്ല പ്രോഫിറ്റ് കിട്ടിക്കാണും. അതുപോലെ ബാങ്ക് നിഫ്റ്റിയും അതുപോലെ ഹൈ ഓപ്പണിങ്ങിൽ നിന്ന് നേരെ താഴോട്ട് പോകുമായിരുന്നു. ബാങ്ക് നിഫ്റ്റിയിലെ CPRൻ്റെ ഇത് വെച്ചിട്ട് നമുക്ക് ചാൻസ് ഉണ്ടായിരുന്നു. CPR ഇത് വെച്ചിട്ട് നമുക്ക് ഈ റേഞ്ചിൽ നിന്ന് ചാൻസ് ഉണ്ട്. ഇവിടെ ഒരു എൻട്രി എടുത്തു. ഈ ഹൈയുടെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇട്ടാൽ നമുക്ക് വൺ സൈഡ് നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അതായത് 48,400-450 പോയിൻറ്റിൻ്റെ അടുത്ത് അതിനകത്ത് കാണിക്കുന്നുണ്ട്. പക്ഷേ ലാസ്റ്റ് ടൈമിൽ ചെറിയ ബൈങ് കാണിക്കുന്നുണ്ട്, വോളിയം ബൈങ് കയറുന്നുണ്ട്. അടുത്ത ദിവസം വീണ്ടും കുറച്ച് മുകളിലോട്ട് പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് വെളിയിലത്തെ മാർക്കറ്റ് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഗ്ലോബൽ മാർക്കറ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇന്ന് ഡോ ജോൺസും അമേരിക്കൻ മാർക്കറ്റ് എല്ലാം പ്ലസ്സിലാണ്. യൂറോപ്യൻ മാർക്കറ്റ് പ്ലസ്സിലാണ്. ഏഷ്യൻ മാർക്കറ്റും പ്ലസ്സിലായിരുന്നു. അപ്പം ഇപ്പോഴത്തെ കണ്ടീഷന് വലിയ കുഴപ്പമില്ല. ഇനി ശനി ഞായർ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ അനുസരിച്ചുള്ള മൂവ്മെൻറ്റ് മാർക്കറ്റ് എടുത്താൽ, അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് തന്നെ മാർക്കറ്റ് ആകാനാണ് തിങ്കളാഴ്ച ചാൻസ് കൂടുതൽ. പിന്നെ നമുക്കപ്പം മൺഡേയിൽ, അതായത് തിങ്കളാഴ്ച നമുക്ക് ഏതൊക്കെ ഷെയറാണ് നമ്മൾ എടുത്ത് വെച്ചേക്കുന്നത് നോക്കാം. ഇന്ന് ഇവിടെ നോക്കിയാൽ നിഫ്റ്റി 0.5% മുകളിൽ മൈനസായിരുന്നു. ബാങ്ക് നിഫ്റ്റിയും 0.5% മുകളിൽ മൈനസായിരുന്നു. നമ്മൾ അടുത്ത ദിവസം എടുത്തേക്കുന്നത് 14 ഷെയർ നമ്മൾ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പിൽ നിന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ ഫണ്ട് ഷെയറിൻ്റെ അതിൽ നിന്ന് ഒരു 3 ഷെയർ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഓപ്ഷന് ഷോർട്ട് ചെയ്യാൻ വേണ്ടി, ഓപ്ഷൻ ബൈ ചെയ്യാൻ വേണ്ടി താല്പര്യമുള്ളവരുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് ചെയ്യുന്നതാണത്. ഇപ്പോൾ ഇന്നലെ നമ്മൾ എടുത്തതിനകത്ത് നല്ല ചാൻസ് ഉണ്ടായിരുന്നു. 4 ഷെയർ എടുത്തതിൽ 4-നകത്തും നല്ല ചാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇത് ഈ എടുത്തു വെച്ചേക്കുന്ന ഈ ഷെയർസിനകത്ത് ഏതൊക്കെ ഷെയർസിനകത്താണ് നമുക്ക് നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റിൽ എനിക്ക് ഈ ഒരു ഷെയർ കിർലോസ്കർ PNU എന്ന് പറയുന്ന ഈ ഷെയറിനകത്ത് നമുക്ക് നല്ലൊരു ചാൻസിന് സാധ്യത കൂടുതലാണ്. അതായത് ഇപ്പോൾ ഇത് 1100 പോയിട്ട് ഈ 1090 താഴെ ഇറങ്ങിയാൽ അന്നേരത്തെ വോളിയം കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. ഇന്നത്തെ ടോട്ടൽ വോളിയം അതിനകത്ത് വന്നിരിക്കുന്നത് 35 ലക്ഷമാണ്. അപ്പം ഓപ്പണിങ്ങിൽ നല്ല ഒരു 2-3 ലാക്സ് വോളിയത്തിൽ ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ഇറങ്ങാൻ ചാൻസ് കൂടുതലാണ്. അതല്ല എങ്കിൽ ഇത് ASMLC പോവുകയാണെങ്കിലും നല്ല ചാൻസ് ആയിരിക്കും ഇറങ്ങിപ്പോകാൻ. ASMLC പോയാലും ഇത് ചിലപ്പോൾ ഓപ്പണിങ് ഈ 1100 റേഞ്ച് വരാൻ ചാൻസ് ഉണ്ട്. ആ റേഞ്ച് വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ നമ്മുടെ റിസ്കിനനുസരിച്ച് ക്വാണ്ടിറ്റി ഒത്തിരി ഒന്നും അടിച്ച് ഇടരുത്, സെല്ലിങ് ചെയ്യരുത്. നമ്മുടെ ഒരു കപ്പാസിറ്റിക്കുള്ളിൽ നിന്ന് ഓപ്പണിങ് ചെയ്യാവും. അപ്പോൾ അതിനകത്ത് ആ റേഞ്ച് ചെയ്ത് നമുക്ക് പ്രോഫിറ്റ് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ അന്നേരത്തെ മൂവ്മെൻറ്റ് കാണുമ്പോൾ നമുക്കറിയാമല്ലോ എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ. അതിൻ്റെ അനുസരിച്ച് ഇപ്പം ഹെവി മൂവ്മെൻ്റ് ആണെങ്കിൽ നമ്മൾ ക്വാണ്ടിറ്റി കുറയ്ക്കുക. അതല്ല ഒരു സ്റ്റേബിൾ മൂവ്മെൻറ്റിലാണ് ഇറങ്ങുന്നത്, അതായത് പതുക്കെയാണ് ഇറങ്ങി വരുന്നതെങ്കിൽ നമുക്ക് ക്വാണ്ടിറ്റി അടിച്ചിട്ട് നല്ല പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. ഇനി ഇതിനകത്ത് നമുക്ക് ഈ സെൻസാർ ടെക്നോളജി നോക്കാം. സെൻസാർ ടെക്നോളജി ഹൈ 643.70 R1. അപ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ഷെയർ ഇതാണ്. കിർലോസ്കർ ഇത് ഞാൻ പറഞ്ഞ രീതി വരുവാണെങ്കിൽ മാത്രം ചെയ്യുക. സെൻസാർ ടെക്നോളജിയിൽ ഈ 2 ഹൈ അടിച്ച്, അതായത് 647-90 മുകളിൽ പോയി ഇറങ്ങുവാണെങ്കിൽ ഏറ്റവും നല്ലത്. അതല്ല എങ്കിൽ ഈ പ്രീവിയസ് ഡേ ഹൈ അടിച്ചിട്ട് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ അനുസരിച്ച് പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്ത് വേണം ട്രേഡ് എടുക്കാൻ. അതല്ല എങ്കിൽ ഇതും പോകുന്നില്ല, 630-35 അത്രേ പോയിട്ടുള്ളൂ എങ്കിൽ അതിന് നമുക്ക്
ഈ ആവറേജ് ചെയ്യുന്ന ചാൻസ് എടുക്കാം സെൻസാർ ടെക്നോളജി. എൻ്റെ ഒരു കാൽക്കുലേഷൻ സെൻസാർ ടെക്നോളജി ആവറേജ് എന്ന് ഇപ്പോൾ ഒരു 630 പോയി ആവറേജ് താഴെ ഇറങ്ങിയാൽ തന്നെ നമുക്ക് നല്ലൊരു ചാൻസ് എടുക്കാൻ പറ്റും എന്നാണ് തോന്നുന്നത്. അതുപോലെ ഈ വെസ്റ്റ് ലൈഫ് എന്ന് പറയുന്ന ഷെയർ, ഈ വെസ്റ്റ് ലൈഫ് എന്ന് പറയുന്ന ഷെയർ 896.75 ഹൈ. അതായത് എനിക്ക് തോന്നുന്നു ഇതൊരു R1 റേഞ്ചിലോട്ട് പോകാൻ ചാൻസ് കൂടുതൽ. ആ റേഞ്ച് പോയിട്ട് ഇപ്പോൾ 920 പോയിട്ട് 914 താഴോട്ട് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് നല്ലൊരു ചാൻസ് അവിടെ കിട്ടാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ NLC ഇന്ത്യ എന്ന് പറയുന്ന ഈ ഷെയർ, അതും R1 റേഞ്ച് പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ R1 മുകളിൽ പോയിട്ട് ഇറങ്ങുന്നെങ്കിൽ നല്ലൊരു ചാൻസിന് സാധ്യതയുണ്ട് ഈ NLC ഇന്ത്യ. ഇതൊക്കെ നല്ല വോളിയുള്ള ഷെയറാണ്, അപ്പോൾ അതിനകത്ത് നല്ല ചാൻസ് കിട്ടാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ ഏജീസ് കെമിക്കലും ശ്രദ്ധിക്കുക, അത് 35 ക്ലോസിങ്. ഈ 660 ആ റേഞ്ചിലോട്ടൊക്കെ പോയിട്ട് 654 കട്ടിയാണ് ഏറ്റവും നല്ലത്. അതല്ല 650 വരെ പോയിട്ടല്ല 646 47 പോയിട്ട് 43 കട്ടിയാണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ ചാൻസ് എടുക്കാൻ പറ്റും. അതുപോലെ ടെക് മഹീന്ദ്ര ഫ്യൂച്ചറിലുള്ള ഷെയറുകളുണ്ട്, നല്ല വോളിയത്തിലായിരിക്കും ട്രേഡിങ് നടക്കുന്നത്. അപ്പോൾ ഇത് ടെക് മഹീന്ദ്ര എൻ്റെ ഒരു കാൽക്കുലേഷനിൽ ഈ ആവറേജിന് ഇത് താഴെ പോവും, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ആവറേജിന് മുകളിൽ വന്നിട്ട് ആവറേജിന് താഴെ ഇറങ്ങിയാൽ നല്ല രീതിയിൽ ഇറങ്ങി വരാൻ ചാൻസ് ഉള്ള ഷെയറാണ് ടെക് മഹീന്ദ്ര. കണ്ടെയ്നർ കോർപ്പറേഷൻ 1100 മുകളിലുള്ള ലെവൽ നോക്കുക. ഈ R2 റേഞ്ചിൽ നിന്ന് കിട്ടുവാണെങ്കിൽ നല്ലൊരു ചാൻസ് ആയിരിക്കും. അതല്ല 1100 മുകളിൽ പോയിട്ട് 1095 ഇറങ്ങുവാണെങ്കിൽ അതിൻ്റെ മൂവ്മെൻറ്റ് കാണുമ്പോൾ നമുക്കറിയാം, നമുക്ക് ക്വാണ്ടിറ്റി ചെയ്യണോ വേണ്ട. നല്ല വോളിയത്തിലാണ് ഇറങ്ങുന്നതെങ്കിൽ നമുക്ക് ഈ റേഞ്ചിൽ നിന്ന് സെല്ല് ചെയ്യാൻ പറ്റും. ഈ 1100 പോയിട്ട് ഈ റേഞ്ച് പോകുമ്പോൾ നമുക്ക് സെല്ല് ചെയ്യാം. പിന്നെ ക്വാണ്ടിറ്റി കൂട്ടണോ വേണ്ടായോ തീരുമാനിക്കേണ്ട അതിൻ്റെ നേരത്തെ ആ മൂവ്മെൻറ്റ് വെച്ചിട്ടാണ്, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളത് നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ഒരു ഇപ്പം 4 രൂപ 5 രൂപ വെച്ച് ജമ്പ് ചെയ്താണ് മുകളിലോട്ട് പോവുകയും താഴോട്ട് ഇറങ്ങുകയും ചെയ്യുന്നെങ്കിൽ ക്വാണ്ടിറ്റി കുറച്ചേ ട്രേഡ് എടുക്കാവും. ക്വാണ്ടിറ്റി ഇപ്പോൾ പതുക്കെ ഇപ്പം 1100 പോയി പതുക്കെ 1000 ഓരോ രൂപ പതുക്കെ കുറഞ്ഞ് പതുക്കെയാണ് വരുന്നതെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അതിനകത്ത് ട്രേഡ് എടുക്കാം, ക്വാണ്ടിറ്റി ഇട്ടിട്ട് ട്രേഡ് എടുക്കാൻ പറ്റും. അതുപോലെ ഈ കൊറമാൻഡൽ ഇൻ്റർനാഷണലും എനിക്ക് തോന്നുന്നു 1200 മുകളിൽ 1200 മുകളിൽ പോയിട്ട് 1199 ഇറങ്ങുവാണെങ്കിൽ നല്ലതാണ്. അതല്ല അടുത്ത ലെവലിൽ പോയിട്ട് വരുമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. ഈ R1 പോയിട്ട് വരുവാണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ 3 ഷെയറും നല്ല രീതിയിൽ ചാൻസ് വരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനിലുള്ളവർക്ക് ലെവൽ വന്നിറങ്ങാൻ തുടങ്ങിയാൽ ഒന്നുകിൽ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുക, അല്ലെങ്കിൽ കോൾ ഓപ്ഷൻ സെല്ല് ചെയ്ത് വിടുക. കോൾ ഓപ്ഷൻ സെല്ല് ചെയ്ത് വിടുന്നതായിരിക്കും നല്ലത്. അതിനകത്തുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ടെക് മഹീന്ദ്ര ഇപ്പം 1300 മുകളിൽ പോകും. ഇപ്പോൾ ഇവിടുന്ന് മുകളിലോട്ട് കയറുമ്പം ആ കോൾ ഓപ്ഷനകത്തൊരു അപ് ട്രെൻഡ് വരും. ആ അപ് ട്രെൻഡ് വന്നിട്ട് ഇവിടുന്ന് ഇറങ്ങും. ഇതിപ്പോൾ 1303 താഴോട്ട് ഇറങ്ങി ഇപ്പോൾ 1300 1297 98 അങ്ങനെ നിരങ്ങി നിൽക്കുവാണെങ്കിൽ പോലും അതിനകത്ത് ഓപ്ഷൻസിനകത്ത് പ്രീമിയം മെൽറ്റായി പോകും. അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്കൊരു എമൗണ്ട് പ്രോഫിറ്റായിട്ട് എടുക്കാൻ പറ്റും. പക്ഷേ എങ്കിൽ അതിനകത്തുള്ള കുഴപ്പം നമുക്ക് എന്ത് വേണം, ഫുൾ മാർജിൻ വേണം. നമുക്ക് ഓപ്ഷൻ ബൈ ചെയ്യുമ്പോൾ നമുക്ക് ബൈ ചെയ്യുന്ന എമൗണ്ട് കൊടുത്താൽ മതി. നല്ല ഫ്യൂച്ചർ സെല്ല് ചെയ്യുമ്പോൾ ഓപ്ഷൻ സെല്ല് ചെയ്യുമ്പോൾ നമുക്ക് ഫ്യൂച്ചറിൽ കൊടുക്കുന്ന ഫുൾ മാർജിൻ അതിനകത്ത് കൊടുക്കേണ്ടി വരും. കാരണം അൺലിമിറ്റഡ് ലോസ് വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട്. ഓക്കെ, അപ്പം ഞാനീ പറഞ്ഞ ഷെയറുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ഈ NIACL അതും നല്ല ചാൻസ് ഉള്ള ഷെയറാണ്. അതും 250 മുകളിലൊക്കെ പോയിട്ട് 244 കട്ടി 250 മുകളിൽ പോയിട്ട് ഈ ലെവൽ കട്ട് ചെയ്യുകയാണെങ്കിൽ, അതല്ല ഈ R1 പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ ഇപ്പോൾ 260 പോയിട്ട് 254 കട്ടിയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ചാൻസ് എടുക്കാം. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇത്രയും ഷെയറുകളാണ് നമ്മൾ തിങ്കളാഴ്ചത്തേക്ക് നോക്കി വെച്ചിരിക്കുന്നത്. അതിനകത്ത് എന്തായാലും നമുക്ക് ഒരു 7-8 ഷെയറും കുറഞ്ഞത് ഒരു 7 ഷെയറിനകത്ത് നല്ല ചാൻസ് കിട്ടും. ഇനി നമുക്ക് ഇന്നത്തെ ദിവസം ട്രേഡിങ്ങിനായിട്ട് നമ്മൾ യൂസ് ചെയ്ത ഷെയർസ് നോക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ എത്ര ഷെയറാണ് 18 ഷെയറാണ് നമ്മൾ സെലക്ട് ചെയ്തിരുന്നത്. ഇവിടെ ഇത് ഷെയർ അല്ലേ ഫണ്ടൊന്നും എഴുതിയേക്കുന്നത് വേണ്ടത്. എന്നാലിപ്പോൾ 19 കാണിക്കുന്നതിന് 18 ഉള്ളൂ നമ്മൾ എടുത്തേക്കുന്നത്. 18 ഷെയറിൽ 9 ഷെയർ നല്ല വൺ സൈഡ് മൂവ്മെൻ്റാണ് നമുക്ക് തന്നത്. പിന്നെ ഒരു 2-3 ഷെയറിനകത്ത് മുകളിലും താഴോട്ട് ട്രേഡായി നിന്നു. അതിനകത്തും ചാൻസുകളുണ്ട്. പക്ഷേങ്കിൽ
നമുക്ക് ഏറ്റവും നല്ല ചാൻസ് തന്നത് 9 ഷെയറാണ്. അതിനകത്ത് 9 ഷെയറിനകത്ത് കുറച്ച് ഷെയറുകൾ നമുക്ക് നോക്കാം. നമുക്ക് ഇപ്പം ഏറ്റവും നല്ല ചാൻസ് തന്ന ഒരു ഷെയറായിരുന്നു MOIL എന്ന് പറയുന്ന ഒരു ഷെയർ. MOIL നോക്കി, ഓപ്പണിങ്ങിലൂടെ പോയി. ഓപ്പണിങ് നേരെ ഫ്ലാറ്റ് ഓപ്പണിങ് വന്നു, പ്രീവിയസ് ഡേ ഹൈ കട്ട് ചെയ്ത് ഇറങ്ങി. നമ്മൾ ഈ 439 റേഞ്ച് എൻട്രി ചെയ്തിട്ട് നമുക്ക് 443 അല്ലെ 44 അല്ലെ 45 സ്റ്റോപ്പ് ലോസ് ഇട്ട് കൊടുത്താൽ തന്നെ ഇവിടുന്ന് പിന്നെ വൺ സൈഡ് ഇറക്കമാണ്. 439 എന്ന് 1 മണിക്കൂർ കൊണ്ട് തന്നെ അത് എത്രയും വരെ വന്നു, 410 വരെ വന്നു. അതായത് 10, 9, 8, 7, 5 വരെയൊക്കെ വരുന്നത്. അതായത് 30-33 രൂപ പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. നമുക്കിവിടെ CPR വെച്ചിട്ട് നല്ല ഒന്നാം തരം ഒരു ചാൻസ് ഉണ്ട്. അതിന് ശേഷം 20 MA വെച്ച് ഇവിടെ ചാൻസ് കൊടുത്തിട്ടുണ്ട്. 20 MA വെച്ച് ചാൻസ് കൊടുക്കുമ്പം ഞാൻ പറയുന്ന രീതിയിൽ ഇപ്പോൾ ഒരു ഷെയർ മുകളിൽ നിന്ന് അതിൻ്റെ ക്യാൻഡിൽ മുകളിൽ നിന്ന് വന്ന് കട്ടായി മുകളിൽ ട്രേഡാണ്. ഈ 20 MA ലൈനിൻ്റെ മുകളിൽ ട്രേഡായിട്ട് 20 MA താഴെ ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്തിട്ട് അതിൻ്റെ ലോ ബ്രേക്ക് വേണമെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം. അതൊരു ബിഗ് ക്യാൻഡിലാണെങ്കിൽ ആ ക്യാൻഡിലിൻ്റെ മുകളിലോട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ടാൽ മതി. ബിഗ് അല്ല എങ്കിൽ ചെറിയ ക്യാൻഡിലാണെങ്കിൽ ആ സമയത്തൊരു സ്വിങ് ഹൈ വന്നേക്കുന്നിടത്ത് നമ്മൾ കൊണ്ടുപോയി സ്റ്റോപ്പ് ലോസ് ഇടണം. ഇവിടെ ഇപ്പോൾ ബിഗ് ക്യാൻഡിലാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ലോയിൽ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ സെല്ല് ചെയ്യുക, ഹൈയിൽ സ്റ്റോപ്പ് ലോസ് ഇടുക. അതായത് ഇവിടെ 4 രൂപയുടെ ഒരു ഡിഫറൻസ് ഉണ്ട്, അത്രയേ ഉള്ളൂ. ഈ 426 എടുത്താലും നമുക്ക് ഒരു 20 രൂപ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. 2 രീതിയിൽ നമുക്ക് ചാൻസ് വരുന്നുണ്ട്. അതിനുശേഷം ഇവിടെ നമുക്ക് ബൈയിങ് ചാൻസ് കണ്ടോ, 20 MA വെച്ചിട്ട് നല്ലൊരു ബൈയിങ് ചാൻസ്. 20 MA ബൈയിങ് ചാൻസ് എന്താണ്, 20 MA താഴെ ട്രേഡായിട്ട് 20 MA മുകളിൽ ക്ലോസ് ചെയ്യണം. ഇത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ മുകളിൽ കട്ടാകുമ്പോൾ നമ്മൾ എൻട്രി എടുക്കും. നമ്മളിവിടെ ഒരു എൻട്രി എടുത്താൽ 410 നമുക്ക് 14 രൂപയ്ക്ക് എടുത്ത് പ്രോഫിറ്റ് കിട്ടും. ഇപ്പോൾ MOIL ഒന്നായിരുന്നു. അതിന് ശേഷം ISMO എന്ന് പറയുന്ന ഒരു ഷെയർ. ISMO ഇത് കണ്ടില്ല, ഓപ്പണിങ്ങിൽ ഹൈയിൽ പോയി പ്രീവിയസ് ഡേ ഹൈ അടിച്ച് ഇവിടെ എൻട്രി 363 ഒരു എൻട്രി എടുത്താൽ അടുത്ത 5 മിനിറ്റ്സ് ക്യാൻഡിലെ 355 8 രൂപയ്ക്ക് എടുത്ത് പ്രോഫിറ്റ് വീണ്ടും വരുന്നുണ്ട്. അവിടെ വീണ്ടും ഇറങ്ങി പോകുന്നുണ്ട് പല പ്രാവശ്യം. 1, 2, 3, 4 പ്രാവശ്യം. ഇവിടുന്ന് 1, ഇവിടുന്ന് 2, ഇവിടുന്ന് 3, ഇവിടുന്ന് 4 പ്രാവശ്യം തന്നു. ഈ 4 പ്രാവശ്യം ട്രേഡായിട്ട് പോലും ആ ഹൈ അടിച്ചിട്ടില്ല. നമ്മളിവിടെ 363 എടുത്തു, 367 മുകളിലോട്ട് സ്റ്റോപ്പ് ലോസ് മതി. 4 പ്രാവശ്യം 8 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. അതിനുശേഷം FSL എന്ന് പറയുന്ന ഷെയർ, ഇതിലാണ് കൂടുതൽ പ്രോഫിറ്റ് എനിക്ക് തന്നത്. FSL ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ ഹൈ പോയിട്ട് ഇറങ്ങി. ഇവിടെ നമ്മളൊരു 221 റേഞ്ചിലെടുത്താൽ നമുക്ക് ഒരു 3 രൂപ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. ഇത് ബുക്ക് ചെയ്യാതെന്നെങ്കിൽ നമ്മുടെ ഇവിടെ സ്റ്റോപ്പ് ലോസ് അടിച്ചു പോകും. 3 രൂപ ബുക്ക് ചെയ്തില്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് അടിക്കും. സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ നമ്മൾ ചെയ്യേണ്ടത് അടുത്ത ലെവലിൽ പോകുന്നതെന്ന് നോക്കുക. അതല്ല എങ്കിൽ തിരിച്ച് വീണ്ടും ഈ ലെവലിൽ താഴോട്ടാണ് വരുന്നതെന്ന് നോക്കുക. ഇത് നേരെ അടുത്ത ലെവലിൽ പോയി R1 പോയിട്ട് തിരിച്ച് വീണ്ടും എന്ത് ചെയ്തു, 224 കട്ട് ചെയ്യുമ്പോൾ നമ്മൾ എൻട്രി ചെയ്യുക. 224 217 216 സംതിങ്, അതായത് ഏകദേശം 7.5-8 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് തരുന്നുണ്ട്. നല്ല പ്രോഫിറ്റ് അതിലും കാണിക്കുന്നുണ്ട്. അതിനുശേഷം VSSL വർദ്ധമാൻ സ്പെഷ്യാലിറ്റി സ്റ്റീൽ എന്ന് പറയുന്നത്, അത് ഓപ്പണിംഗ് ഡൗൺ ആയിരുന്നു. നേരെ പോയി എന്ത് ചെയ്തു, പ്രീവിയസ് ഡേ ഹൈ അടിച്ചിട്ട് വൺ സൈഡ് ഇറക്കുമായിരുന്നു. നമ്മൾ ഈ 313 312 ഒക്കെ എൻട്രി എടുത്താൽ അവിടുന്ന് 296 വരെ 13-14 രൂപ പ്രോഫിറ്റ് ഉണ്ട്. പിന്നെ അത് കയറിയിട്ടില്ല. അതിനുശേഷം ഐനോക്സ് വിൻഡ് ഓപ്പണിങ്ങിൽ തന്നെ പോയി പ്രീവിയസ് ഡേ ഹൈ അടിച്ചു ഇറങ്ങി. ഓപ്പണിങ്ങിൽ 663 പോയി നമ്മൾ 658 റേഞ്ച് എൻട്രി എടുക്കുക. 658 എടുത്താൽ നോക്കി 637 വരെ വരുന്നുണ്ട്. 20 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ്. പിന്നെ അത് കയറിയിട്ടേ ഇല്ല. അതിനുശേഷം മസ്ദോക്ക് എന്ന് പറയുന്ന ഷെയർ. മസ്ദോക്ക് പ്രീവിയസ് ഡേ ഹൈ ഇതിൻ്റെ ഇവിടെ അടിച്ചിട്ടുണ്ട്. ഇത്
ഹൈഡ് ചെയ്യുമ്പോൾ കാണാൻ പറ്റും. ഉണ്ടല്ലേ, ഈ ക്യാൻഡിൽ പ്രീവിയസ് ഡേ ഹൈ അടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിന് മുകളിൽ വരിക, പ്രീവിയസ് ഡേ ഹൈ അല്ല, R1 മുകളിൽ വന്നിട്ടുണ്ട്. R1 മുകളിൽ നമ്മൾ R1 മുകളിൽ വന്നിട്ട് തിരിച്ചിറങ്ങുന്ന സമയത്ത് 2519 ഒരു എൻട്രി എടുത്താൽ 2415, 100 രൂപ, 110 രൂപ പ്രോഫിറ്റാണ് വൺ സൈഡ് തരുന്നത്. അടുത്തത് പിന്നെ ഭാരത് ഫോർജ്. ഭാരത് ഫോർജ് F&O സ്റ്റോക്കാണ്. നല്ല സൂപ്പറായിട്ട് ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. പ്രീവിയസ് ഡേ ഹൈ ടച്ച് ചെയ്ത് ഇറങ്ങി. ഇവിടുന്ന് 1325 എന്നൊരു എൻട്രി ഇവിടെ എടുത്താൽ നമുക്ക് 1306, അതിനുശേഷം ഇവിടെ 6 തന്നെ, അതായത് 19 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് അത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷൻസിനകത്ത് ചെയ്യുന്നവർക്ക് എന്തായാലും ഒരു 10 രൂപ ഈസി ആയിട്ട് കിട്ടും. അതിനുശേഷം എവി ക്യാപിറ്റൽ, ആദ്യത്തെ ബിർള ക്യാപിറ്റൽ എന്ന് പറയുന്ന ഷെയർ, അതും F&O ഷെയറാണ്. അതും ഓപ്ഷനകത്ത് നല്ല ചാൻസാണ്. R1 അടിച്ചു ഇറങ്ങി. നമ്മളിവിടെ ഇതിന് താഴോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ ഒന്നിൽ ഓപ്ഷൻ എടുക്കുക, അതല്ലെങ്കിൽ ക്യാഷ് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും, ഇക്വിറ്റിയിൽ ചെയ്യാൻ പറ്റും. 234 റേഞ്ച് എടുത്താൽ 231.60, ലാസ്റ്റ് ആയപ്പോൾ 230 ട്രേഡായി. ഓപ്ഷൻസിനകത്ത് നല്ല പ്രോഫിറ്റ് കിട്ടും അതിനകത്ത് ചെയ്താലും. അതിനുശേഷം ആക്സിസ് ബാങ്ക്, ഇതും F&O ഷെയർ. ഇതിനകത്തും നമ്മൾ പറയുന്ന പോലെ വന്നിട്ട് ഇറങ്ങിപ്പം ഇത് കണ്ടില്ലേ, പ്രീവിയസ് ഡേ ഹൈ അടിച്ചു. ഇവിടുന്ന് 1134 എന്ന് 1122, അതായത് 12 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് തരുന്നുണ്ട്. വീണ്ടും ഇവിടെ ഇറങ്ങുന്നുണ്ട്. അവിടുന്ന് പക്ഷേങ്കിൽ അധികം ഇറങ്ങുന്നില്ല. പിന്നെ അവിടെ ഇടിച്ചിടിച്ച് നിൽക്കുകയാണ്, പ്രീവിയസ് ഡേ ഹൈയിൽ ഇടിച്ചിരിക്കുക. അപ്പോൾ ഇത് അടുത്ത ദിവസം ചിലപ്പോൾ കയറിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വേറെ ഷെയറിനകത്ത് നമുക്ക് ചാൻസുകൾ തന്നിട്ടുണ്ട്, പക്ഷേങ്കിൽ വൺ സൈഡ് ചാൻസ് അല്ല തന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ട്രേഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും. അടുത്ത ദിവസം നമ്മൾ എടുത്തു വച്ചേക്കുന്ന ഷെയറുകൾ, നേരത്തെ കാണിച്ച ഷെയറുകൾ, ഇത്രയും ഷെയറുകൾ 17 ഷെയറുണ്ട്. അതിൽ നമുക്ക് ചാൻസ് വരുന്നത് ഈ പ്രത്യേകം ഞാൻ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഷെയറുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. F&O ഷെയറിനകത്ത് നല്ല ഓപ്ഷൻ്റെ ചാൻസ് കിട്ടും, ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും തിങ്കളാഴ്ച നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.